നമസ്കാരം. മഹാകുംഭമേള നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് പ്രയാഗ്രാജ് അല്ലേ, അവിടെ എത്തിയ ഒരു യുവസുന്ദരിയാണ്. മധ്യപ്രദേശിൽ നിന്നും എത്തിയ ഈ സുന്ദരിയുടെ കൂടെ കുടുംബവും ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയിൽ നിന്നും വിവിധ പ്രദേശങ്ങളിലുള്ള തീർത്ഥാടന ഏരിയയിലെല്ലാം ഇവർ കുടുംബസമേതം എത്താറുണ്ട്. ചാരനിറവും തേനിൻ്റെ നിറവുമുള്ള ഒരു മുഖസൗന്ദര്യത്തോടു കൂടിയ ഈ സുന്ദരിയെ സോഷ്യൽ മീഡിയ ഇട്ട പേര് മോണോലിസ എന്നാണ്. അപ്പോൾ മോണോലിസയുടെ സൗന്ദര്യവർണ്ണനയുമായിട്ട് കുറേയധികം യൂട്യൂബറാണ് ഈ സുന്ദരിയുടെ പുറകെ കൂടിയത്. അവസാനം സുന്ദരിയുടെ അച്ഛന് തന്നെ തോന്നി മകൾ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല എന്നതുകൊണ്ട് തന്നെ ഈ മാലക്കച്ചവടത്തിൽ നിന്നും മകളെ വിമുക്തയാക്കി അദ്ദേഹം മോളെ തിരിച്ച് വീട്ടിലേക്ക് വിടുകയും ചെയ്തു എന്നാണ് പറയുക. കച്ചവട സ്ഥലത്ത് ഇരുന്ന് പോയാൽ ഉള്ള കണ്ട ആളുകൾ മൊത്തം ഈ മോളുടെ കൂടെ കൂടുമെന്നുള്ള തിരിച്ചറിവോടുകൂടി ആ പിതാവ് മകളെ തിരിച്ചയക്കുകയാണ് ചെയ്തത് എന്നതാണ് കിട്ടിയ വാർത്ത. എങ്ങനെയുണ്ട് ഈ സുന്ദരി? ചാരക്കണ്ണുകളോടുകൂടിയ കൊച്ചു സുന്ദരിയാണ്. മോണോലിസ എന്ന പേരുമിട്ട് കൂടിയ യൂട്യൂബർമാരെല്ലാം തന്നെ ഇവരെ അങ്ങ് സ്വീകരിക്കുകയായിരുന്നു കുംഭമേളക്കിടെ. അപ്പോൾ നമ്മുടെ സുന്ദരിക്കൊരു ലൈക്ക് കൊടുക്കുമോ? ഓക്കെ. ഈ പെൺകുട്ടിയെ കാണുന്ന എല്ലാ യൂട്യൂബർമാരും അവളുടെ ഇന്റർവ്യൂ എടുക്കുകയും പശ്ചാത്തലം ചോദിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അച്ഛനും അമ്മയും അടക്കം 50 പേരടങ്ങുന്ന സംഘമായാണ് പെൺകുട്ടി ഇവിടെ എത്തിയത്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും മാലകളും രുദ്രാക്ഷവും കല്ലുകളും വാങ്ങുകയും പല ഭാഗത്തായി ഇതുപോലെ വിൽപ്പന നടത്തുകയും ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. ഇതിനിടയിൽ ചില ബിരുദന്മാർ അവളുടെ വിദ്യാഭ്യാസ യോഗ്യതയും ചോദിച്ചറിയുന്നുണ്ട്. എന്നാൽ പെൺകുട്ടി തനിക്ക് പഠനത്തേക്കാൾ മാല വിൽപ്പനയിലാണ് താല്പര്യം എന്ന് പറയുന്നു. ഇതിനിടയിൽ ആരെയും ആകർഷിക്കുന്ന ചിരിയാണെന്നും പണമുള്ള വീട്ടിലെ അംഗമായിരുന്നെങ്കിൽ ഈ പെൺകുട്ടി സിനിമയിലെത്തിയനെ എന്നിങ്ങനെ കമന്റ് ചെയ്യുന്നവരുമുണ്ട്.